ഹല്ലേലൂയ. താങ്ക് യു ഗോഡ്. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധന്യനാകുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ നല്ല പ്രഭാതത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്നും ദൈവ സന്ദേശം കേൾക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ, ഈ പ്രഭാത സന്ദേശം കേൾക്കുവാൻ സർവശക്തനായ ദൈവം പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം ഈ സന്ദേശം ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ്, ഇതാർക്കുള്ളതാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന് വായിക്കുന്ന വചനവും ഞാൻ പറയാൻ പോകുന്ന വ്യാഖ്യാനങ്ങളും വെളിപ്പാടുകളും അതുപോലെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾക്കാണ്. ഞാൻ വിശ്വസിക്കുന്നതും ഈ വചനം ഞാൻ തയ്യാറാക്കിയപ്പോൾ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ തന്ന ഒരു ചിന്തയും ഇതാണ്. എന്നത്തെയും പോലെ എല്ലാ ദിവസത്തെയും വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും, നിങ്ങൾക്ക് വളരെയേറെ ഹൃദയസ്പർശിയായിരിക്കും. പക്ഷേ ഈ തിരുവെഴുത്ത് ചില വ്യക്തികളെ വല്ലാതെ സ്വാധീനിക്കുകയും അവരുടെ ജീവിതത്തിൽ എന്തിനൊക്കെയോ മറുപടികൾ ലഭിക്കുകയും ഏതൊക്കെയോ മേഖലകളിൽ അവർ ഡെലിവർ ആകുകയും ചെയ്യുന്ന, അവരെ ചിന്തിപ്പിക്കുന്ന, അവരെ ദൈവസന്നിധിയിലേക്ക് അധികം അടുപ്പിക്കുന്ന ഒരു തിരുവെഴുത്തായിരിക്കും എന്നുള്ളതാണ്. കർത്താവ് എനിക്ക് തന്നൊരു ബോധ്യം, ദൈവം എനിക്ക് തന്നൊരു ഉറപ്പ്, ദൈവം എനിക്ക് തന്നൊരു ചിന്ത. അതാണ് ഞാൻ ആ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്നാദ്യമായിട്ട് ഞങ്ങളുടെ ഈ ചാനലിലെ മീറ്റിംഗ് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ സസന്തോഷം ഞാൻ നിങ്ങളെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ വളരെ താല്പര്യത്തോടെ 6:30 മണിവരെ കാത്തിരിക്കുന്ന ദൈവമക്കളുണ്ട് ഇന്നത്തെ ദൈവിക അരുളപ്പാട് എന്താണെന്ന് അറിയാൻ വേണ്ടി. അതെ, ആ തിരുവെഴുത്തിലേക്ക് വളരെ പ്രതീക്ഷയോടെ പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാനൊരു ശുഭദിനം ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഇയ്യോബിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവെഴുത്ത് ഞാൻ വായിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിൻ്റെ ഉള്ളംകാൽ മുതൽ നെറുകെ വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവൻ ഒരു ഓട്ടിൻ കഷണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിൽ ഇരുന്നു. നമുക്കെല്ലാവർക്കും കേട്ട് കേൾവിയുള്ളതും പരിചയമുള്ളതുമായ തിരുവെഴുത്താണിതെങ്കിലും ദൈവമക്കളെ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഈ അവസ്ഥയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ അവസ്ഥയ്ക്ക് ശേഷം ഈ അവസ്ഥയേക്കാൾ വലിയ ഒരു അവസ്ഥ വന്നത് നമ്മിൽ പലർക്കും അറിയില്ല, അല്ലെങ്കിൽ നമ്മിൽ പലരും മറന്നുപോയി. ആ അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവാത്മാവ് നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കാനായി ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരീക്ഷകൾ നമുക്ക് തരണം ചെയ്യാം, പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യാം, പ്രതികൂലങ്ങൾ നമുക്ക് തരണം ചെയ്യാം. അത് പ്രാർത്ഥനയോടെയോ ഒറ്റയ്ക്കോ എങ്ങനെയാണെങ്കിലും നമുക്ക് തരണം ചെയ്യാം. പക്ഷേ പ്രതിസന്ധികളുടെ മേൽ പ്രതിസന്ധി വന്നാലോ, അതൊരു പ്രശ്നത്തിന്റെ രൂപത്തിലല്ല, അതൊരു മനുഷ്യന്റെ രൂപത്തിൽ വന്നാലോ, പ്രതികൂലങ്ങളുടെ മേൽ പ്രതികൂലം വന്നാലോ, അതൊരു പ്രശ്നമായിട്ടല്ല, അതൊരു മനുഷ്യരൂപത്തിലാണ്, അല്ലെങ്കിൽ അതൊരു ബന്ധത്തിന്റെ രൂപത്തിലാണ് വന്നെങ്കിലോ, അസ്വസ്ഥതകളുടെ മേൽ അസ്വസ്ഥതകൾ വന്നാലോ, അതൊരു ബന്ധത്തിന്റെ പേരിലോ അതൊരു വ്യക്തിയുടെ രൂപത്തിലോ ആണ് വന്നാലോ, നമുക്ക് തരണം ചെയ്യുക വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഈ പുസ്തകം പഠിച്ചപ്പോൾ, ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഭയങ്കരമായ ചില ചിന്തകളാണ് തന്നത്. ഞാൻ വ്യക്തമായി ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ നോക്കി ആത്മനിറവിൽ എനിക്ക് പറയാൻ കഴിയും, നിങ്ങളിൽ പലർക്കും പ്രശ്നങ്ങളല്ല പ്രശ്നം, പ്രതികൂലങ്ങളല്ല പ്രതികൂലം, അതിനെക്കുറിച്ച്
അതിനെക്കുറിച്ച് പറയുന്ന വ്യക്തികളാണ് പ്രതികൂലം. അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ വാക്കുകളാണ് പ്രതികൂലം. നിങ്ങളുടെ പ്രതിസന്ധികളെ കുറിച്ച് പറയാൻ തുടങ്ങുന്നവരാണ് പ്രതിസന്ധികൾ. നിങ്ങളുടെ അസ്വസ്ഥതകളെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരാണ് നിങ്ങളുടെ പ്രതിസന്ധി. നിങ്ങളുടെ പ്രതിസന്ധികളല്ല വാസ്തവത്തിൽ നിങ്ങളുടെ പ്രതിസന്ധികൾ. നിങ്ങളുടെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ നിങ്ങളെ കാണാൻ വരികയും ആ പ്രതിസന്ധികളെ കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്യുന്ന വ്യക്തികളാണ് യഥാർത്ഥ പ്രതിസന്ധികൾ. ഹല്ലേലൂയ. ഇന്ന് സാത്താൻ ഏതെല്ലാം രൂപത്തിൽ നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും ഭക്തനുമാകുന്ന ദൈവത്തിന്റെ ദാസനാകുന്ന ഇയ്യോബിനെ ബാധിച്ചു എന്നുള്ളത് ഈ ഒരു വാക്യത്തിനകത്തുണ്ട്. വല്ലാത്ത പരുക്കൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു, ഇയ്യോബിന്റെ മേലേറ്റ ഒട്ടിൻ കഷണം കൊണ്ട് ചുരണ്ടത്തക്ക പരുക്കളല്ല പരുക്കൾ. ഈ പരുക്കൾ കാണാൻ വന്ന തന്റെ സുഹൃത്തുക്കളാണ് യഥാർത്ഥ പരുക്കൾ. ഇയ്യോബിനെ ബാധിച്ച ബാധയോ സാത്താനീയ പോരുകളോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ ബാധകൾ, സാത്താനീയ പോരുകൾ. ഈ അവസ്ഥ അറിഞ്ഞ് തന്നെ കാണാൻ വന്ന ചിലരാണ് യഥാർത്ഥ ബാധകൾ. ഓ ജീസസ്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ പലരുടെയും ജീവിതത്തിൽ ഒരുപാട് സാമ്യമുള്ള തിരുവെഴുത്തുകളായി മാറാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്കൊരു വീഴ്ച വന്നപ്പോൾ ആ വീഴ്ചയേക്കാൾ ആഘാതം നിങ്ങളെ കാണാൻ വന്നതിന് ശേഷവും നിങ്ങളെ കാണാൻ വന്ന സമയത്തും നിങ്ങളോടുകൂടെ ഇരുന്ന് പറഞ്ഞു കുത്തിയവരാണ്. നിങ്ങളുടെ വിഷയങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അയൽവക്കത്തും മറ്റുള്ളിടത്തും മറ്റു ബന്ധുക്കളുടെ ഇടയിലുമൊക്കെ പോയിരുന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരാണ് യഥാർത്ഥ പരാജയ കാരണങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലെ വീഴ്ചയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞതിന് ശേഷം മറ്റു പലരോടും പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നവരാണ് യഥാർത്ഥ വീഴ്ചയുടെ വേദന നിങ്ങൾക്ക് തന്നവർ. അല്ലാതെ നിങ്ങളുടെ വീഴ്ചകളല്ല നിങ്ങളെ വേദനിപ്പിച്ചത്. നിങ്ങളുടെ വീഴ്ചകളെക്കുറിച്ച് പറഞ്ഞു നടന്നവരാണ് നിങ്ങളെ വേദനിപ്പിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥ വേദന സാത്താൻ ബാധിച്ചപ്പോഴല്ല, ബാധിച്ചതിന് ശേഷമുള്ള ഇയ്യോബിന്റെ അവസ്ഥ കണ്ടിട്ട് തനിക്കായ കാലം മുഴുവനും പൊന്നുപോലെ നോക്കിയ തൻ്റെ ഭാര്യയും തന്നെ തള്ളിപ്പറഞ്ഞപ്പോഴാണ് യഥാർത്ഥ മുറിപ്പാടുണ്ടായതും വേദനയുണ്ടായതും. ദൈവമക്കളെ, ആരോഗ്യമുള്ളപ്പോഴും സമ്പത്തുള്ളപ്പോഴും നമ്മളൊക്കെ പലരുടെയും സന്തോഷത്തിന് വേണ്ടി ജീവിക്കാറുണ്ട്. നമ്മളൊക്കെ പലരുടെയും തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. നമ്മളൊക്കെ പലരുടെയും കണ്ണ് തിളങ്ങുന്നതും അവരുടെ ചുണ്ട് ചിരിക്കുന്നതുമൊക്കെ കാണാൻ നമ്മുടെയൊക്കെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് അവരുടെ ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ ചില ബാധിക്കപ്പെടലുകളുടെ സമയത്തും മുറിവേൽക്കലുകളുടെ സമയത്തും പരാജയത്തിൻ്റെ സമയത്തും ഇവരൊക്കെ നമ്മോടുകൂടെ ചേർന്ന് നിൽക്കുമെന്നും നമ്മയൊക്കെ മനസ്സിലാക്കുമെന്നും ആ സമയത്ത് നമ്മയൊക്കെ ഒരു വാക്കുകൊണ്ടെങ്കിലും താങ്ങുമെന്നൊക്കെ നമ്മൾ വല്ലാതെ അങ്ങ് പ്രതീക്ഷിക്കും. പക്ഷേ കാലം ചില വീഴ്ചകൾ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ ശരിയായ മുഖങ്ങൾ, ശരിയായ ഭാവങ്ങൾ, ശരിയായ ഉള്ളിലിരിപ്പുകൾ നമുക്കറിയാൻ കഴിയുന്ന, അതൊക്കെ ദൈവം വെളിപ്പെടുത്തി തരുന്ന സമയങ്ങളും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. യോബ് വളരെ സ്നേഹിച്ച ഭാര്യ യോബിന്റെ ചില മാസങ്ങളിലെ അവസ്ഥ കണ്ടിട്ട് അവസാനം പറഞ്ഞിട്ടോ, പോയങ്ങ് മരിച്ചു കളയടോ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട്. എത്ര പേര് പറഞ്ഞു നിങ്ങളോട്, ഇനിയെങ്കിലും ഈ വിശ്വാസത്തെ ഒന്ന് തള്ളിക്കളഞ്ഞിട്ട് പോയി മരിച്ചു കളയ. തിരുവെഴുത്ത് പറയുന്നു, അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളം കാൽ മുതൽ നെറുക വരെ, ചുരുക്കി പറഞ്ഞാൽ തൻ്റെ ആ സകലം ബാധിച്ചു, തന്നെ ആ സകലം ബാധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ ഉള്ളം കാൽ മുതൽ നെറുക വരെ പ്രശ്നങ്ങൾ കൊണ്ട് ബാധിക്കപ്പെട്ടിരുന്നാലും, നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളം കാൽ മുതൽ നെറുക വരെ ഇതുപോലുള്ള പരുക്കളാൽ നിന്നെ എന്തൊക്കെ ബാധിച്ചാലും, ഞാൻ ഇന്ന് ഈ പകലിൽ വിശ്വാസത്തോടെ ഈ ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ചിലരെ
നിനക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ചിലരെ നിനക്കൊന്ന് മനസ്സിലാക്കാൻ, ചിലരുടെ ഉള്ളിലിരിപ്പ് നിനക്കൊന്ന് വെളിപ്പെടുത്തി തരാൻ, ചിലരുടെ സ്നേഹത്തിന്റെ ആഴം ഒന്ന് മനസ്സിലാക്കി തരാൻ കർത്താവ് അനുവദിക്കുന്ന ചില ബാധകളായത്. ഹല്ലേലൂയ. അതിനുശേഷമുള്ള ഇയ്യോബിന്റെ അവസ്ഥ ഞാൻ അതിന് മുന്നേ ഉള്ളതൊന്നും അങ്ങനെ വായിക്കുന്നില്ല. എന്തായാലും ഈ സമയം വരെയുള്ള ഇയ്യോബിന്റെ അവസ്ഥ ദൈവത്തെ തള്ളി പറയുന്നില്ല എന്നുള്ളതും, എന്നാൽ ഇയ്യോബിനെ തന്റെ ഭാര്യ തള്ളി പറഞ്ഞു എന്നുള്ളതുമാണ്. ദൈവമക്കളെ, ഇതാ വലിയ വേദന. എന്താണെന്നറിയാവോ? മരണത്താൽ അല്ലാതെ വേർപിരിയത്തില്ല എന്നൊക്കെ പ്രതിജ്ഞയെടുത്തതിന് ശേഷം ജീവിതത്തിലേക്ക് കയറി വരുന്ന പങ്കാളി നമ്മളെ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വല്ലാത്ത പെയിനുണ്ട്. പങ്കാളി നമ്മളെ മനസ്സിലാക്കാതെ വരുമ്പോൾ വരുന്നൊരു വല്ലാത്ത വേദനയുണ്ട്. അതൊക്കെ അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടെന്ന് ഞാൻ വ്യക്തമായിട്ട് തിരിച്ചറിയുകയാണ്. നമ്മളൊക്കെ വല്ലാതെ സ്നേഹിക്കുന്നവർ നമ്മളെ ഒന്നും മനസ്സിലാക്കാതെ, നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാതെ, നമ്മുടെ സാഹചര്യവും സിറ്റുവേഷൻസും ഒന്നും മനസ്സിലാക്കാതെ നമ്മളെ വല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യുകയും അങ്ങ് കാര്യമറിയാതെ വിധിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് വരുന്നൊരു വേദനയുണ്ട്. അതൊക്കെ അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ ആഴം മനസ്സിലാവൂ. നിന്റെ പിടിപ്പുകേട് കൊണ്ടാ, നിന്റെ കഴിവുകേട് കൊണ്ടാ, നിന്റെ അശ്രദ്ധ കൊണ്ടാന്നൊക്കെ കാര്യവും അടിസ്ഥാനവും മനസ്സിലാക്കാതെ ചിലരൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ വരുന്ന, യാഥാർത്ഥ്യം അറിയാവുന്ന നമ്മുടെയൊക്കെ ഉള്ളിൽ വരുന്നൊരു വല്ലാത്ത പെയിനുണ്ട്. അതൊക്കെ അനുഭവിക്കുന്നവർക്ക് ഈ സന്ദേശം ഇന്ന് സ്പർശിക്കപ്പെടത്തുള്ളുന്നേ. ഹല്ലേലൂയ. ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഞാൻ വായിക്കുന്ന വേർഡ് നിങ്ങളുടെ ജീവിതവുമായി ഭയങ്കര ബന്ധമുണ്ടാവും. എന്താണെന്നറിയാമോ? ഞാൻ വായിച്ച വചനത്തിനകത്ത് സാത്താൻ ഇയ്യോബിന്റെ ഉള്ളം കാൽ മുതൽ നെറ്റി വരെ, നെറുക വരെ ബാധിച്ചു, പരുക്കളാൽ ബാധിച്ചു എന്നൊക്കെ തിരുവെഴുത്ത് പറയുന്നു. ഇയ്യോബ് പെയിൻഫുൾ ലൈഫിലാണിപ്പോ. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. കയ്യിലിരിക്കുന്ന ഓട്ട് കഷണം കൊണ്ട് പരുക്കളിന്മേൽ ചുരണ്ടിക്കൊണ്ട് അതൊക്കെ മുറിവും ചലവും ഒഴിക്കുന്ന അവസ്ഥയിലാണ്. ഈ സെക്കൻഡിൽ അടുത്തൊരു പെയിൻ കൊടുക്കുന്നത് തന്റെ സഹധർമ്മിണിയാണ്, ഭാര്യയാണ്. ഓക്കെ, ഈ സമയം ആള് പ്രതികൂലത്തിന്റെ മേൽ ഒരു പ്രതികൂലം കൂടെ പേറ്റു, ഭാര്യയും കൂടെ തള്ളി പറഞ്ഞു, പോയി മരിക്കണോ എന്ന് പറഞ്ഞു. ഓ ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്തത് 3 സ്നേഹിതന്മാർ ഇയ്യോബിനെ കാണാൻ വരികയാണിപ്പോ. നിങ്ങൾക്ക് തോന്നുന്നു ഇയ്യോബിന്റെ ഭാഗ്യം. കാരണം ഇയ്യോബിന്റെ ഈ വേദനയിൽ ഭാര്യ വരെ തള്ളിപ്പറഞ്ഞ സമയത്ത് തന്റെ സ്നേഹിതന്മാരേലും ഉണ്ട് ഇയ്യോബിനൊന്ന് വിഷയങ്ങൾ ഷെയർ ചെയ്യാനും, വട്ടം കൂടിയിരുന്നൊന്ന് പ്രാർത്ഥിക്കാനും, പുള്ളിയെ ഒന്ന് ബലപ്പെടുത്താനും, വേണമെങ്കിൽ ഒരു ദൂത് പറയാനും. എത്ര ഭാഗ്യവാനല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ ഈ വചനം മുഴുവൻ കേട്ടിട്ടും ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറയ്, ഇയ്യോബിന്റെ ഭാഗ്യമാണോ 3 വരുന്നത്? ഇയ്യോബിന്റെ കഷ്ടകാലമാണോ 3 വരുന്നത്? ഇയ്യോബിനുള്ള വിശ്വാസം കൂടെ നശിപ്പിക്കാനാണോ 3 വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. എന്താ തിരുവെഴുത്ത് പറയുന്നതെന്ന് നോക്കട്ടെ. പക്ഷേ ഇതുപോലെ പരുക്കളാൽ ബാധിക്കപ്പെട്ട ഇയ്യോബുമാരും എന്നെ കേൾക്കുന്നുണ്ട്. ഇതുപോലെ 3 കൂട്ടുകാര് വന്ന് ബാധകളിന്മേൽ ബാധകളായി മാറിയ ഇയ്യോബുമാരും എന്നെ കേൾക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും ഒക്കെ തള്ളിപ്പറഞ്ഞ ഇയ്യോബുമാരും എന്നെ കേൾക്കുന്നുണ്ട്. ദൈവം സത്യവാനെന്ന് അവസാനം തിരിച്ചറിയുന്ന ഇയ്യോബുമാരും ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ശരി, ഞാൻ വായിക്കുന്നു. ഇയ്യോബും 3 സ്നേഹിതന്മാരുടെ വരവും നമുക്കൊന്ന് നോക്കാം. ഇയ്യോബിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം തന്നെ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവരുടെ പേര് രേഖപ്പെടുത്തുന്നുണ്ട്. അനന്തരം തേമാന്യനായ എലിഫസ്, ശൂഹ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫർ എന്നിങ്ങനെ ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതപിക്കുവാനും അവനെ ആശ്വസിപ്പിക്കുവാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തു.
അവർ അകലെ വെച്ച് നോക്കിയപ്പോൾ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ കരഞ്ഞ് വസ്ത്രം കീറി പൊടിവാരി മേലോട്ട് തലയിൽ വിതറി. അവന്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ 7 രാപകൽ അവനോടുകൂടെ നിലത്തിരുന്നു. ദൈവമക്കളെ, നിങ്ങളെല്ലാവരും തിരുവെഴുത്ത് കേട്ടുവെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതുവരെ വായിച്ചപ്പോ നിങ്ങൾക്ക് വളരെ സന്തോഷം, കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇപ്പൊ പ്രത്യാശയും ആഗ്രഹമൊക്കെ കൂടി, കർത്താവ് ഇതുപോലൊരു സുഹൃത്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇതുപോലൊരു ആത്മാർത്ഥ സുഹൃത്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചേനെ, സഹതപിച്ചേനെ, എൻ്റെ ഇപ്പോഴത്തെ അതിതീവ്ര ദുഃഖം കണ്ട് എന്നോട് കൂടെ ചേർന്നിരുന്ന് ഉപവസിച്ചേനെ 7 ദിവസം. ഇനിയും ഞാൻ മുമ്പോട്ട് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ അരികിൽ ചേർന്ന് നിൽക്കുന്ന ദൈവത്തെക്കാൾ നല്ലൊരു സുഹൃത്തുണ്ടോ എന്ന്. ശരി, ഇതുവരെ നിങ്ങൾ നോക്കിയപ്പോൾ ആശ്വസിപ്പിക്കണം, സഹതപിക്കണം, അവനെ ഒന്ന് ബലപ്പെടുത്തണം, അവൻ്റെ കൂടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കണം, അവനെ ഒന്ന് എഴുന്നേൽപ്പിക്കണം, അവനെ ഒരു നല്ല ഡോക്ടറെ കൊണ്ട് കാണിച്ച് അവൻ്റെ മുറിവിന് പൊറുതി വരുത്തണം. ഇതൊക്കെയാണ് ഇവരുടെ പദ്ധതി. പക്ഷേ ഇവരുടെ വരവ് വാസ്തവത്തിൽ ഇതിനു വേണ്ടി തന്നെ ആയിരുന്നു. താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇയ്യോബ് 3 സ്നേഹിതന്മാരും തമ്മിലുള്ള, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാരോട് വായി തുറന്ന് സംസാരിക്കുന്നത് നമുക്ക് 3-ാമത്തെ അധ്യായം മുതൽ കാണാൻ കഴിയും. ഇയ്യോബ് വായി തുറന്ന് തൻ്റെ ജന്മദിവസം മുതൽ ശപിച്ചങ്ങോട്ട് പറഞ്ഞു പോകുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ ശരിയായ എലിഫസിന്റെ വാ തുറക്കുകയാണ്. ശരിയായ എലിഫസിന്റെ വാ തുറന്നിട്ട് വളരെ പ്രൊഫഷണലായി സംസാരിച്ചു തുടങ്ങുന്നു. അതിന് തേമാന്യനായ എലിഫസ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, നിന്നോട് സംസാരിക്കുവാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ? അപ്പോ തേമാന്യനായ എലിഫസിന് തന്നെ അറിയാം, മുഷിച്ചിലുണ്ടാക്കുന്ന വാക്കും വസ്തുതയുമാണ് എലിഫസ് പറയാൻ പോണത്. അപ്പൊ പിന്നെ ഈ എലിഫസും ഈ ബിൽദാദും ഈ സോഫറും ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. തേമാന്യനായ എലിഫസ് എന്ന വ്യക്തി, അദ്ദേഹം ഏശാവിനോടും ഏദോമിനോടും ബന്ധമുള്ളവനാണ്. ഉൽപ്പത്തി പുസ്തകം 36-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, തേമാന്യർ അവരുടെ ജ്ഞാനത്താൽ പ്രശസ്തരായിരുന്നു. അപ്പൊ ജ്ഞാനം കൊണ്ട് ഉപദേശിക്കുന്ന, ജ്ഞാനം കൊണ്ട് പ്രശംസിക്കുന്ന, മാനുഷിക അനുഭവജ്ഞാനത്തിൽ നിന്നുകൊണ്ട് വാദിക്കുന്ന ഒരു വ്യക്തിയാണ് എലിഫസ്. ദൈവത്തെ കൊണ്ടും ദൈവവചനത്തെ കൊണ്ടുമല്ല, തേമാന്യർ ജ്ഞാനം കൊണ്ട് സംസാരിക്കുകയും ജ്ഞാനം വലുതെന്ന് പറയുകയും ജ്ഞാനം മാത്രമാണ് സത്യമെന്ന് പറയുകയും വാദിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും, ദൈവത്താൽ ഉള്ള ഒരു കൂട്ടാരല്ല, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് പറയാനും അവർ യുക്തിവാദമെന്നല്ല, അവർ ജ്ഞാനത്തിലാണ് അവർ സംസാരിക്കുന്നത്. അതിനകത്ത് ആത്മാവില്ല, അവർ മാനുഷിക ജ്ഞാനമാണ് സംസാരിക്കുന്നത്. സെക്കൻഡ് വൺ, ശൂഹ്യനായ ബിൽദാദ്. Who is him? അദ്ദേഹം പലസ്തീനിന് കിഴക്ക് പാർത്തിരുന്ന കെതൂറയിൽ അബ്രഹാമിനുണ്ടായ ഇളയ പുത്രൻ ശൂവഹിന്റെ സന്തതി പരമ്പരയിൽ പെട്ടവനാകാമെന്നാണ് ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത്. ബിൽദാദ് മാനുഷിക പാരമ്പര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് വാദിക്കുന്നത്. ഹല്ലേലൂയ! മാനുഷിക പാരമ്പര്യം. നീ ഒരു 10 വർഷം മുന്നേ നോക്കടാ, നീ ഒരു 20 വർഷം മുന്നേ നോക്കടാ, പണ്ടത്തെ കാലം നീ നോർത്തു നോക്കടാ, പണ്ടത്തെ ആൾക്കാർ എങ്ങനെയായിരുന്നടാ, ഇതൊക്കെ പറഞ്ഞ് മാനുഷിക പാരമ്പര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന, അതിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയാണ് ബിൽദാദ്. The last one, നയമാത്യനായ സോഫർ. ഇദ്ദേഹം മിക്കവാറും യഹൂദയുടെ തെക്കേ അതിർത്തി ദേശമായ നയമക്കാരനാണ്. ഇയ്യോബിന്റെ 3 സുഹൃത്തുക്കളിൽ അവസാനമായി ഉത്തരം പറഞ്ഞ ഇദ്ദേഹം മാനുഷിക യോഗ്യതയിൽ നിന്നാണ് വാദിച്ചത്. എന്ന് പറഞ്ഞാൽ, എടാ ഇയ്യോബേ, നീ എന്തോ കാര്യമായിട്ട് പാപം ചെയ്തിട്ടുണ്ട്, നിന്റെ മക്കൾ എന്തോ പാപം ചെയ്തിട്ടുണ്ട്, നിന്റെ മക്കൾ ചെയ്തത്ര പാപം നീ ചെയ്തിട്ടില്ലാത്തോണ്ടാണ് ഇന്ന് നിന്റെ മക്കൾ മുഴുവൻ മരിച്ചു മണ്ണടിഞ്ഞതും
നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? എന്തോ കുറച്ചൊക്കെ നന്മ നിന്നിലുണ്ട്. ഇങ്ങനൊക്കെ പറഞ്ഞ് വല്ലാതെ വേദനിപ്പിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു പുള്ളിക്കാരനാണ് നയമാത്യനായ സോഫർ. എന്ന് വെച്ചാൽ മനുഷ്യന്റെ യോഗ്യതയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇയാൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെങ്കിൽ വ്യക്തമായിട്ട് ഇയാൾ എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന കൂട്ടുകാരൻ. ഹല്ലേലൂയ. ഈ 3 പേർ, എലിഫസ്, ബിൽദാദ്, സോഫർ, ഈ 3 പേരിൽ എവിടെയെങ്കിലും കൂട്ടുകാർ എന്നതിനപ്പുറം കൂട്ടുവേലക്കാർ എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയുള്ളവൻ, ഇതുപോലൊരു സുഹൃത്ത് എനിക്കുണ്ടാകണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഇവരൊക്കെ പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത വാക്കുകളാ. എലീഫസൊക്കെ ഇയ്യോബിനെ പറഞ്ഞ വാക്കുകൾ നമുക്ക് വല്ലാതെ, അത് വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പെയിൻ ഉണ്ടാകുന്ന വാക്കുകളാണ്. അതായത് എലീഫസ് പറയുന്ന 3 വിധ ഇയ്യോബിനെ നിന്ദിക്കുന്ന 4 വിധ നിന്ന ഇതാണ്. അത് വായിക്കാനുള്ള സമയമില്ല. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇപ്പോൾ വിളിച്ച് ഉത്തരം ലഭിക്കുമോ? നീ വിളിക്കുന്ന ദൈവം നിനക്ക് ഉത്തരം തരുവോ? ഇപ്പൊ നീ വിശുദ്ധന്മാരിൽ നീ ആരെ ശരണം പ്രാപിക്കും? നീരസം ഭോഷനെ കൊല്ലുന്നു എന്ന് നിനക്കറിയത്തില്ലേ? ഈർഷ്യ മൂഢനെ ഹിംസിക്കുന്നു എന്ന് നിനക്കറിയത്തില്ലേ? എന്നൊക്കെ പറഞ്ഞ് 4 വിധ നിന്ദകൾ എലീഫസ് ഇയ്യോബിന്റെ നേരെ തൊടുത്തു വിടുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്ന എന്നാന്നറിയാവോ? ഇയ്യോബ് ഉള്ള പരിവും വെച്ചോണ്ട് ആ ഓട്ടിൻ കഷ്ണത്താൽ കിട്ടുന്ന ഒരു ആശ്വാസത്തിലെങ്കിലും ആ മനുഷ്യൻ അവിടെ ഇരുന്നു പോയേനെ. പക്ഷേ സുഹൃത്തുക്കളാണ്, സ്നേഹിതരാണ്, ബന്ധുക്കളാണ്, രക്തബന്ധമാണ്, ഉറ്റവരാണ്, ഉടയവരാണെന്നൊക്കെ പറഞ്ഞു വന്ന് ഇവരെല്ലാം കൂടെ തീയുടെ മേൽ എണ്ണ കോരി ഒഴിക്കുന്നത് പോലെ സ്നേഹിക്കാനാ, ആശ്വസിപ്പിക്കാനാ, ബലപ്പെടുത്താനാ, പ്രാർത്ഥിക്കാനാന്നൊക്കെ പറഞ്ഞു വന്ന് ആ പാവത്തെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ചിന്ത ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ എൻ്റെ അവസ്ഥ? ഇന്ന വ്യക്തിയാ, ഇന്ന ബന്ധമാ, ഇന്ന റിലേഷനിലുള്ളതാന്നൊക്കെ പറഞ്ഞു വന്നിരുന്ന് ആശ്വസിപ്പിക്കുന്നതിനിടയിൽ കൂടെ ഒരു കുത്ത്, ആമേൻ, ബലപ്പെടുത്തുന്നതിനിടയിൽ കൂടെ ഒരു തൊഴി, അതിനുശേഷം പോണതിന് മുന്നേ ഒരു ഉന്ത്, ഇതെല്ലാം കൂടെ ഇട്ട് തരുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നു, പുതിയതായിട്ട് പരിചയപ്പെടുന്നവനും ആമേൻ ബന്ധത്തിലുള്ളവനും സ്വന്തത്തിലുള്ളവനും എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ തേജോവധം ചെയ്യാൻ, എല്ലാവരിൽ നിന്ന് ഞാൻ ഇങ്ങനെ നിന്നെ അനുഭവിക്കാൻ, സ്നേഹിക്കുന്നവനും കൂടെ വെറുക്കപ്പെടാൻ, എന്താ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലേ? ഇയ്യോബും ചിന്തിച്ചു. ഇയ്യോബും വല്ലാതെ ചിന്തിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഈ തിരുവെഴുത്ത് കേൾക്കുമ്പോൾ നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു, ഒരു വലിയ ദൈവികാശ്വാസം നിങ്ങൾക്ക് വന്നു ചേരും. ഹല്ലേലൂയ. അടുത്തത് ഇപ്പോ എലീഫസ് ഇയ്യോബിനെ വിധിക്കുകയും പറയുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ബിൽദാദ് ഇയ്യോബിനെ കുറ്റപ്പെടുത്തുന്ന ഭാഗം 8-ാമത്തെ അധ്യായത്തിലാണ് കിടക്കുന്നത്. വാക്യം ഞാൻ വായിക്കുന്നില്ല. 5 വിധ കുറ്റപ്പെടുത്തലാണ് ഇയ്യോബിന് നേരെ പറയുന്നത്. ഇയ്യോബിന്റെ പാപം നിമിത്തം അവന് ദൈവത്തിൽ നിന്നും സഹായം ലഭിക്കത്തില്ല എന്ന് ഇയ്യോബിനെ കുറിച്ച് ബിൽദാദ് കുറ്റം പറയുന്നു. താഴോട്ട് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്ന് വായിക്കാൻ നിങ്ങൾക്ക് സമയം പോലെ നിങ്ങൾ 8-ാമത്തെ അധ്യായം വായിച്ചാൽ മതി. ദൈവം നീതിയും ന്യായവും മറിച്ച് കളഞ്ഞില്ല എന്ന് ഇയ്യോബ് വിശ്വസിക്കുന്നെങ്കിലും ഇയ്യോബിന്റെ മക്കൾ മഹാപാപം ചെയ്തവരായതുകൊണ്ട് അവർ മരിച്ചു എന്നും, ഇയ്യോബ് മക്കളുടെ അത്ര പാപം ചെയ്യാത്തത് കൊണ്ട് ഇയ്യോബ് ഇന്നിങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കുറ്റപ്പെടുത്തലുകൾ
ഇയ്യോബിന് നേരെ ബിൽദാദും അഴിച്ചുവിട്ടപ്പോൾ അവസാനം ഇയ്യോബിന്റെ മുഖം നേരെ പോകുന്നത് നയമാന്യനായ സോഫറിന്റെ അടുത്തേക്കാണ് പോകുന്നത്. പക്ഷേ ഇയ്യോബിനെതിരെ 5 വലിയ പാപങ്ങളാണ് സോഫർ ഉന്നയിക്കുന്നത്. ഒന്ന്, നിന്റെ സംസാരം കുറച്ച് ഓവറാ, നിനക്ക് ഭയങ്കര അധിക സംസാര, നീ ഭയങ്കര സ്വയനീതീകരണ, നിനക്ക് ഭയങ്കര കള്ളം പറയല, നിന്റെ വാ ശരിയല്ലാത്തോണ്ട. 4, നിനക്ക് ഭയങ്കര പരിഹാസമാ, തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കല എന്നൊക്കെ പറഞ്ഞ 5 വിധ കുറ്റാരോപണങ്ങൾ ഇയ്യോബിനെ കുറിച്ച് ഹല്ലേലൂയ സോഫറും ഉന്നയിക്കുകയാണ്. ദൈവമക്കളെ, വായിക്കാൻ കുറേയുണ്ട്. പക്ഷെ നമ്മുടെ സന്ദേശം ഒരു അരമണിക്കൂറിനകത്ത് നിർത്തണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ബ്രീഫ് ചെയ്ത് പറഞ്ഞു പോയത്. എന്നെ ചിന്തിപ്പിച്ച കാര്യം ഇതാണ്. ഇവരിൽ 3 പേരിലും എവിടെ ആശ്വസിപ്പിക്കുന്നവന്റെ നാവ്? ഇവരിൽ 3 പേരിൽ എവിടെ സഹതാപമുള്ള ഹൃദയം? ഇവരിൽ 3 പേരിൽ എവിടെ ബലപ്പെടുത്താനുള്ളൊരു മനസ്സ്? ദൈവമക്കളെ, ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്ന മക്കളും നഷ്ടപ്പെട്ടു. അവസാനം ഭാര്യ ചേർന്ന് നിൽക്കുമെന്ന് ചിന്തിച്ചപ്പോൾ ഭാര്യയും തള്ളി. സൗഹൃദങ്ങൾ നടന്ന് വിദൂരത്ത് നിന്ന് വരുന്നത് കണ്ടപ്പോൾ അവരിലും ഒരാശ്വാസം വന്നു. എൻ്റെ സുഹൃത്തുക്കളെങ്കിലും എന്നെ കാണാനും എന്നെ ആശ്വസിപ്പിക്കാനും വന്നല്ലോ. പക്ഷെ അവരും വന്നത് ആയുധങ്ങളെക്കാൾ മൂർച്ചയേറിയ വാക്കുകളുമായി. ഇന്ന് പ്രഭാതത്തിലും ഇതുപോലെ സ്വന്തത്തിലുള്ളവരും ബന്ധത്തിലുള്ളവരും എല്ലാവരും നിനക്കൊരു ഉള്ളംകാൽ മുതൽ നെറുക വരെ ബാധിച്ച ഒരു സമയത്ത് നിന്റെ അരികിൽ വന്നിരുന്ന് ആശ്വാസത്തിന്റെ ശൈലിയിൽ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നീ ചെയ്തതിന്റെ ഫലമാണെന്നും നിന്റെ അഹങ്കാരത്തിന്റെ മറുപടിയാണ് ദൈവം തന്നത് എന്നുമൊക്കെ പറഞ്ഞ് നിങ്ങളെ നിഷേധിക്കുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ നീ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കുഞ്ഞെ, ചിലരെയൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ ദൈവം തരുന്ന അവസരമാണ്. നീ എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ നിനക്ക് ഏറ്റവും കൂട്ടാളിയായിട്ട് ആരാണ് നിന്റെ കൂടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള അവസരമാണ്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവം മാത്രമാണ് നിങ്ങളെ മാനിക്കുന്നത് എന്ന് നിങ്ങളെ അറിയിക്കാനുള്ള സമയമാണ്. അവസാനം ദൈവത്തെ ശപിച്ചു, സ്വയം ശപിച്ചു, ജന്മദിവസത്തെ ശപിച്ചു, പ്രസവിച്ച അമ്മയെയും അപ്പനെയും ഒക്കെ ശപിച്ച ഇയ്യോബ് സത്യം മനസ്സിലാക്കുന്നു. ദൈവം തൻ്റെ ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു. അതെ ദൈവമക്കളെ, ഇയ്യോബ് മനസ്സിലാക്കുന്നു ദൈവം തൻ്റെ ജീവിതത്തിൽ വിശ്വസ്തനാണ്. ഇത് സാത്താനാലുള്ള പരീക്ഷകളും തൻ്റെ പരിശോധന സമയവുമാണെന്ന്. ദൈവം തൻ്റെ നിരാശ കണ്ടു എന്ന് മാത്രമല്ല, നിലവിളി കേട്ടു എന്ന് മാത്രമല്ല, പ്രാർത്ഥന കേട്ടു എന്ന് മാത്രമല്ല, എന്തൊക്കെ തനിക്ക് നഷ്ടപ്പെട്ടോ അതൊക്കെ ഇരട്ടിയിലും അധികമായി മടക്കി കൊടുക്കാൻ എൻ്റെ ദൈവത്തിന് തിരുമനസ്സായി. ദൈവ പൈതലേ, ഇന്ന് പ്രഭാതത്തിലും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനൊരു വിശ്വാസമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനൊരു വിശ്വാസമുണ്ടോ? വേദനയുടെ സമയത്തും പ്രത്യക്ഷമായി ദൈവം ഇറങ്ങി വന്നില്ല, കണ്ണുനീരിന്റെ സമയത്തും ദൈവം പ്രതികരിച്ചില്ല. പക്ഷേ പ്രതികരിക്കുകയും കണ്ണുനീരിന്റെ സമയത്തും വന്നു കാണുകയും ഒക്കെ ചെയ്തവരുടെ ഹൃദയം എന്തെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ശേഷം അവസാനം സർവശക്തനാകുന്ന ദൈവത്തിന്റെ സാമീപ്യത്തിൽ തന്നെ തൻ്റെ ഭക്തന് ശരണപ്പെടേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെയൊക്കെ വേദനകളുടെ നിമിഷത്തിൽ നമ്മളെപ്പോഴൊക്കെയോ ദൈവത്തെ തള്ളിപ്പറയുകയും കുറ്റപ്പെടുത്തുകയും ജന്മദിവസത്തെ ശപിക്കുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. പക്ഷെ അതിനകത്തു നിന്നെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ തെറ്റുതിരുത്തി നമ്മെ പുറത്തു കൊണ്ടുവന്ന് ഇന്ന് ഇത്രയും വിശ്വാസത്തോടെ നിർത്തുമ്പോൾ നിങ്ങൾ ഇനി ചോദിക്കല്ല്, ഇതെന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? ഇതെന്താ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ? ദൈവം നിന്നെ കാണുന്നു കുഞ്ഞെ. സുഹൃത്തുക്കൾ നിന്നെ കാണുന്നത് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വലിയ ബന്ധങ്ങളൊക്കെ നിങ്ങളെ കാണുന്നത് ലഭ്യമായ അവസരങ്ങളിൽ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സാത്താൻ
ദൈവസന്നിധിയിൽ പോയി പറഞ്ഞപ്പോ എൻ്റെ ദൈവത്തിന് ഭക്തനെ കുറിച്ചുള്ളൊരു ഉറപ്പ് എന്തായിരുന്നെന്നറിയാവോ? നീ എന്തിനൊക്കെയാൽ അവനെ ബാധിച്ചാലും അവൻ എന്നെ തള്ളി പറയത്തില്ല, അവൻ എന്നെ ഉപേക്ഷിക്കത്തില്ല. പക്ഷെ ചില നിമിഷങ്ങളിൽ കർത്താവിന്റെ ധാരണകളെ തെറ്റിച്ചുകൊണ്ട് ഇയ്യോബ് എല്ലാറ്റിനെയും ശപിച്ചു. അതിന്റെ പിന്നിലെ കാരണം തന്റെ പരുക്കളല്ല, പരുക്കൾ കാണാനും പരുക്കളെ കുറിച്ച് സഹതപിക്കാനും വന്ന ചില ബന്ധങ്ങളാണ്. എന്നതുപോലെ ബന്ധങ്ങൾ എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ലെങ്കിൽ, ബന്ധങ്ങൾ എന്നെ വിശ്വാസത്തിൽ നിൽക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ, ബന്ധങ്ങൾ എന്നെ ആത്മീയ ജീവിതത്തിൽ വളരാൻ അനുവദിക്കുന്നില്ലെങ്കിൽ, ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എനിക്ക് ആത്മീയ വീര്യം നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ, ബന്ധങ്ങൾ എനിക്കൊരു ബലമല്ലെങ്കിൽ ഉപേക്ഷിച്ചു കളക. അങ്ങനെയുള്ള ബന്ധങ്ങളെ വിട്ടുകളക. അങ്ങനെ ബന്ധങ്ങൾ എൻ്റെ ക്ഷേമം അന്വേഷിക്കുന്നതല്ലെങ്കിൽ, ബന്ധങ്ങൾ എന്നെ മുറിപ്പെടുത്തുന്നതാണെങ്കിൽ, ബന്ധങ്ങൾ വിശ്വാസയോഗ്യമല്ലെങ്കിൽ വിട്ടുകളക. ഇന്ന് പകലിൽ നിന്നെ സ്നേഹിക്കുന്ന കർത്താവ്, നിന്നെ അറിയുന്ന കർത്താവ്, നിന്നെ പേർ ചൊല്ലി വിളിച്ച കർത്താവ് ഒരമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ, ഒരപ്പൻ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിപ്പാൻ നിന്റെ അരികിലേക്ക് ഈ പ്രഭാതത്തിൽ ഇറങ്ങി വരുന്നു. തലയിലൂടെ പൂഴിമണൽ വാരിയിട്ടവരും വസ്ത്രം വലിച്ചു കീറി കൂടെ 7 ദിവസം ഇരുന്നവരും തന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഓരോ നിമിഷവും ഉപയോഗിച്ചപ്പോൾ, യുക്തിവാദത്താലും മാനുഷിക ജ്ഞാനത്താലും തന്നെ കൺവിൻസ് ചെയ്യാൻ, തെറ്റിച്ചു കളയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, ഉയരത്തിലെ ദൈവം തന്നെ അതിൽ നിന്നൊക്കെയും വിടുവിച്ച് നഷ്ടപ്പെട്ടത് മുഴുവനും ഇരട്ടിയായി തനിക്ക് മടക്കി കൊടുത്തതുപോലെ, ഇരട്ടിയിലധികമായി മടക്കി കൊടുത്തതുപോലെ, ഇന്ന് താങ്കൾ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ, താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും താങ്കൾക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതും എന്നാൽ ദൈവത്തെ അറിഞ്ഞതാകിയാൽ നിങ്ങൾക്കത് ഉപേക്ഷിക്കേണ്ടി വന്നതുമാണെന്നുണ്ടെങ്കിൽ, കർത്താവ് നിനക്കത് മടക്കിത്തരും. നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം അത് മടക്കിത്തരും? ദൈവം അത് മടക്കിത്തരും. ഇയ്യോബ് ചിന്തിച്ചു, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ, ഭക്തനായ എനിക്ക് മാത്രം, നീതിയോടെ ജീവിച്ച എനിക്ക് മാത്രം, നിഷ്കളങ്കനായിരുന്ന എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ദുഷ്ടൻ മരണം കാണാൻ ആഗ്രഹിച്ചാൽ അവനെ തേടി മരണം പോലും എത്തുന്നില്ല. പക്ഷേ ഞാൻ മരണം കാണാൻ ആഗ്രഹിച്ചിട്ട് എനിക്കും അത് കിട്ടുന്നില്ല എന്നുള്ള ഭാരത്തോടെ താൻ അവിടെ ഇരുന്നപ്പോ, പലതും ചൊല്ലി ദൈവത്തെ താൻ പഴിച്ചപ്പോ, സത്യവാനാകുന്ന ദൈവത്തിന്റെ വിശ്വസ്തത എന്തെന്നും ഇത് എന്തിനാൽ തനിക്ക് ഭവിച്ചു എന്ന് താൻ തിരിച്ചറിയുകയും ചെയ്തതുപോലെ, ഇന്ന് പകലിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചിലത്, നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ചിലതിനെ കുറിച്ച് ദൈവത്തിന് അറിയിക്കാനാണ്. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിനക്ക് നഷ്ടമായതെല്ലാം ദൈവം മടക്കിത്തരും. നിനക്ക് വിട്ടുകളയേണ്ടി വന്നതെല്ലാം ദൈവം മടക്കിത്തരും. അതെ, നിന്റെ നന്മയ്ക്കായിട്ടുണ്ടായിരുന്നതും എന്നാൽ യേശുവിനെ അറിഞ്ഞതിന് ശേഷം നിനക്ക് നഷ്ടമായതുമെല്ലാം ദൈവം മടക്കിത്തരും. കർത്താവ് നിങ്ങളെ സഹായിക്കും. സൗഹൃദങ്ങൾ പോലും വാളായി മാറുന്ന സമയമാണ്. സാത്താനീയ ബാധകൾ ബാധിക്കുന്ന സമയം. നിരാശപ്പെട്ടു പോകരുത്, അധൈര്യപ്പെടരുത്, ചഞ്ചലപ്പെടരുത്. ഇതെന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഒരു വലിയ മറഞ്ഞിരിക്കുന്ന സത്യം നിനക്ക് മനസ്സിലാക്കി തരാനത്രേ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാ കണ്ണുകളും അടയ്ക്കുക. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ തുടരുക. ആരാധന 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 യേശുവിനാരാധന ആരാധന
ആരാധന ആരാധന. ഒന്നും കൂടെ, യേശുവിനാരാധന ആരാധന ആരാധന യേശുവിനാരാധന. പിതാവേ, ഞാൻ ഈ ജനത്തിനായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ പല ഭാരങ്ങളും നിരാശകളും കൊണ്ട് ഇതെന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ദൈവമക്കൾ ഈ കൂട്ടായ്മയിലുണ്ട് കർത്താവേ. അവരുടെ ജീവിതത്തിൽ ആശ്വാസവും വിടുതലുമായി അരുമനാഥന്റെ കരം ഇന്ന് പ്രഭാതത്തിൽ ഇറങ്ങിയതിനായി സ്തോത്രം. ഒരു യോബിന്റെ ജീവിതത്തിൽ അവർ അനുഭവിച്ചതുപോലെ ഉള്ളംകാൽ മുതൽ നെറുക വരെ പല പ്രശ്നങ്ങൾ കൊണ്ട് ബാധിക്കപ്പെട്ടിരിക്കുന്നവർ ഈ കൂട്ടായ്മയിൽ തുടരുമ്പോൾ പിതാവിന്റെ അത്ഭുത കരം അവരെ സ്പർശിച്ച് സൗഖ്യമാക്കി വിടുവിച്ചെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രോഗികളായി രോഗാത്മാവിനാൽ ബാധിക്കപ്പെട്ടവരായി എന്നെ ചിലർ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ അടിപ്പിണറുകളാലുള്ള സൗഖ്യം ഞാൻ അവരുടെ മേൽ റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ ആ സൗഖ്യം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. അത്ഭുതം ചെയ്യണമേ യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങളിൽ പലർക്കും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഇതേ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടെ അക്സസിബിൾ ആയിട്ടുള്ളത് വാട്സാപ്പ് ആയിരിക്കും. നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിളിച്ചു തന്നെ പറയാനുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്യും. സ്വർഗം വലിയ മാനം നിങ്ങളുടെ ജീവിതത്തിൽ തരും. കർത്താവ് നിങ്ങളെല്ലാവരെയും ആദരിക്കും, അനുഗ്രഹിക്കും. ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കുമുള്ള ഞങ്ങളുടെ 2 നേരത്തെ ലൈവ് സർവീസിൽ നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തിയേക്കുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് 2 നേരത്തെ മീറ്റിങ്ങിലും കയറാനായിട്ട് സാധിക്കും. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത സമയം ഒരുമിച്ച് കാണുന്നതുവരെ അത്യുന്നതന്റെ ചിറകിൻ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം, ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞാൻ ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.